നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് ആങ്കേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഹലോ, എല്ലാവരും ഓക്കെ അല്ലേ? ആണോ? എല്ലാവരും ഊണ് കഴിച്ചതുകൊണ്ട് ക്ഷീണത്തിലാണോ? പ്രൗഢ ഗംഭീരമായ കയ്യടിയൊന്നും കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. താങ്ക് യു. പ്രൗഢ ഗംഭീരമായ ഈ സദസ്സിന് മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ന് മനസ്സിലേക്ക് ഓടി വരിക ആ മഹാകവിയുടെ വാക്കുകളാണ്. നാം എവിടെയായിരുന്നാലും നമ്മോടൊപ്പം നമ്മുടെ നാടിൻ്റെ സ്നേഹവും സംസ്കാരവും ചേർത്ത് പിടിക്കണമെന്ന മഹാകവിയുടെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും ഈ മോനുപ്പള്ളി പ്രവാസി സംഗമത്തിലേക്ക്, ഈ മഹാസമ്മേളനത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ 17ാമത് മോനുപ്പള്ളി പ്രവാസി സംഗമത്തിൻ്റെ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ആരംഭിക്കുന്ന വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശരീരം കൊണ്ട് മാത്രമേ UK-യിലുള്ളൂ, നമ്മൾ മനസ്സുകൊണ്ട് ഇപ്പോഴും മോനുപ്പള്ളിയിലല്ലേ. മോനുപ്പള്ളി എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലോട്ട് വരുന്നത്? എൻ്റെ മനസ്സിലോട്ട് ആദ്യം വരുന്ന നമ്മുടെ സ്കൂള്, നമ്മുടെ പള്ളി, നമ്മുടെ മോനുപ്പള്ളി ആ ഒരു ടൗണ് എല്ലാം അല്ലേ ഓർമ്മ വരുന്നത് എല്ലാവർക്കും. സോ ഈ മോനുപ്പള്ളി സംഘം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ സഹപാഠികളെയും എല്ലാവരെയും ഒന്നുകൂടെ കാണാനും ഒരു ചെറിയ മോനുപ്പള്ളി ഇവിടെ റീക്രിയേറ്റ് ചെയ്യുകയല്ലേ ചെയ്ത് നമ്മൾ. സോ ഈ മോനുപ്പള്ളി സംഘം കൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല അടിച്ച് പൊളിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കൊച്ചു മോനുപ്പള്ളി ഒരു ഓർമ്മയായി എല്ലാവർക്കും വീട്ടിലോട്ട് തിരിച്ചു പോകാം. ഇന്ന് ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂറിൻ്റെ പല വ്യഞ്ജനങ്ങളുടെ തലസ്ഥാന നഗരി എന്നറിയപ്പെട്ടിരുന്ന ആ ഗ്രാമം ഏതാണ്? ആ ഗ്രാമം യെസ്, മധ്യ തിരുവിതാംകൂറിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തലസ്ഥാന നഗരമായിരുന്ന മോനുപ്പള്ളി എന്ന മോഹനപ്പള്ളി പുതുവേലി മുതൽ കുര്യനാട് വരെയും ആലപ്പുഴ മുതൽ ചേറ്റുകുളം വരെയുമുള്ള 4 അതിർവരമ്പുകൾക്കുള്ളിലുള്ള UK-യിലേക്ക് കുടിയേറിയ മോനുപ്പള്ളിക്കാരുടെ പ്രിയ സംഗമമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുക. ഈ മഹാസമ്മേളനത്തിന് വേണ്ടി ഏവരുടെയും തിരക്കുകൾ മാറ്റിവെച്ച് നിങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുക. നമ്മുടെ നാടിനോടുള്ള, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള സ്നേഹവും സൗഹൃദവുമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. UK-യിലെ വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഇന്നിവിടെ എത്തിച്ചതിന് പിന്നിൽ കുറച്ച് പേരുടെ ഹാർഡ് വർക്കുണ്ട്. ഇതിൻ്റെ ഭാരവാഹികൾ അവരെ എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. UK-യിൽ അങ്ങോളം ഇങ്ങോളം അനേകം സംഘടനകളും അസോസിയേഷനുകളും പ്രവാസി സംഗമങ്ങളും നടക്കുമ്പോഴും ഇന്ന് നമ്മളിവിടെ ആയിരിക്കുക ഒന്നും രണ്ടുമല്ല 17ാമത്തെ മോനുപ്പള്ളി പ്രവാസി സംഗമമാണ്. ഇന്നിവിടെ ആയിരിക്കുന്ന നമ്മളിൽ പലരും ഏതാണ്ട് 10-20 വർഷങ്ങൾക്കപ്പുറം ഈ UK-യിലേക്ക് മോനുപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് കുടിയേറിയവരാണ്. ഇന്നും ഈ സംഘടന അല്ലെങ്കിൽ ഈ സംഗമം ഇത്രയും പ്രൗഢഗംഭീരമായിട്ട് നമ്മുടെ സ്നേഹ കൂട്ടായ്മയെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ബാല്യകാലത്തിൻ്റെ സൗഹൃദങ്ങളെ ഓർമ്മ പുതുക്കലിനായിട്ട് ഇവിടെ ആയിരിക്കാൻ സാധിക്കുക നമ്മുടെ നാടിൻ്റെ നന്മയും സ്നേഹവും സാംസ്കാരികതയും അല്ലാതെ വേറെ മറ്റൊന്നുമല്ല. നിങ്ങളെല്ലാവരും ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ബാല്യങ്ങളിലേക്ക്, നമ്മുടെ കൊച്ചു സ്കൂളിൻ്റെ ഓർമ്മകളിലേക്ക്, നമ്മുടെ സൗഹൃദ കൂട്ടായ്മകളിലേക്ക്, നാടിൻ്റെ നന്മകളിലേക്ക് തിരിഞ്ഞു ചിന്തിക്കാനിടയാകട്ടെ എന്ന് ഓർമ്മിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ മാതാപിതാക്കൾ പണ്ട് കാലത്ത് ഒരു കൃഷി, റബ്ബർ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് നമുക്ക് തന്ന വിദ്യാഭ്യാസം അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും നല്ലൊരു ലൈഫ് ഇവിടെ ജീവിക്കുന്നത്. അതുകൂടാതെ അവരുടെ ഒരു ഗ്രാമീണമായ നിഷ്കളങ്കത, സ്നേഹം അതൊക്കെ നമ്മളിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മോനുപ്പള്ളിക്കാരെ കാണാൻ നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. സോ എല്ലാ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും സർവോപരി ഈശ്വരനെയും ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ഒപ്പം തന്നെ മോനുപ്പള്ളി സംഗമത്തിൻ്റെ 2ാം തലമുറയായ മോനുപ്പള്ളിയിലെ കൊച്ചു യുവാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സംഘടനയുടെ ഈ സംഗമത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്നിവിടെ ആയിരിക്കുക നമ്മുടെ സ്നേഹവും സൗഹൃദവും നമ്മുടെ ബാല്യകാല സ്മരണകളുമാണെങ്കിൽ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് കൈമാറാൻ സാധിക്കട്ടെ. നമ്മുടെ സൗഹൃദങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് അവരെവിടെയായിരിക്കുമ്പോഴും നീ ഒരു മോനുപ്പള്ളിക്കാരനാണ് എന്ന് കേൾക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ അവർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.